നമസ്കാരം. ദീപക് അക്കാഡമിയുടെ ഡീപ് വെൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പവർ ഓഫ് വൺ, ഒന്നിന്റെ ശക്തി. സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യയായ ഒന്നിന് നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഡിഗ്രി സെൽഷ്യസിന് ആദ്യം നോക്കാം. 99 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാകുന്നു, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ 1 ഡിഗ്രി സെൽഷ്യസോട് കൂടുമ്പോൾ അത് നീരാവിയാകുന്നു, അതിന് ഒരു ട്രെയിനിനെ പോലും ചലിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകുന്നു. ഇനി ഒളിമ്പിക്സ് പോലെയുള്ള വലിയ സ്പോർട്സ് മത്സരങ്ങളിലൊക്കെ ജേതാവിനെ നിർണ്ണയിക്കുന്നത് ഒരുപക്ഷെ 1 സെക്കൻഡിലോ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും. അത് അയാളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതുപോലെ നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിന് കാണാൻ സാധിക്കും. പക്ഷെ ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ 1% വ്യത്യാസത്തിനും അതല്ലെങ്കിൽ ഒരു വർഷത്തിനുമൊക്കെ എത്രമാത്രമാണ് സ്വാധീനം ചെലുത്താൻ കഴിയുന്നതിനെ കുറിച്ചുള്ളത് ആണ്. ആദ്യമായിട്ട് 1% നമ്മുടെ സാമ്പത്തിക നിക്ഷേപങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് 10 ലക്ഷം രൂപ 30 വർഷത്തേക്ക് പല രീതിയിൽ ഉള്ള റിട്ടേൺസ് കിട്ടുന്ന പ്രോഡക്റ്റുകൾ നിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. 10 ലക്ഷം രൂപ 7% വാർഷിക കൂട്ടുപലിശ അല്ലെങ്കിൽ CAGR കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 30 വർഷത്തിന് ശേഷം അത് 76,12,255 രൂപയാകും. ഇനി 8% നിക്ഷേപിക്കുന്നതെങ്കിൽ അത് 1,67,659 രൂപയാകും. 9% റിട്ടേണിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അത് 1,32,67,678 രൂപയാകും. 15% റിട്ടേണിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അത് 6,62,11,772 രൂപയാകും. 20% റിട്ടേണിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അത് 23,73,76,314 രൂപയാകും. അതായത് ഓരോ ശതമാനം കൂടുന്നതിനനുസരിച്ചും വളരെ വലിയ രീതിയിലാണ് എൻ്റെ എമൗണ്ട് വർദ്ധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എത്രമാത്രം ശക്തിയോടുകൂടിയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് നടക്കുന്നത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിനായിട്ട് 7-നും 8-നും ഇടയിലുള്ള 1% വ്യത്യാസവും 8-നും 9-നും ഇടയിലുള്ള 1% വ്യത്യാസവും നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. 7-നും 8-നും ഇടയിലുള്ള 1% വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 24,50,404. 8-നും 9-നും ഇടയിലുള്ള 1% വ്യത്യാസം എന്ന് പറയുന്നത് 32,05,019 രൂപയാണ്. അതായത് കൂടുതൽ റിട്ടേണുകളുടെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചതായിട്ട് കാണാം. ഇതേ കൺസെപ്റ്റ് നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. 9-നും 15-നും ഇടയിലുള്ള 6% വ്യത്യാസം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5,29,44,094 രൂപയാണ്. ഇനി 6% കുറച്ച് 1% ഒന്ന് കുറച്ച് നോക്കാം. 20-നും 15-നും ഇടയിലുള്ള ഒരു 5% എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 17,11,64,542 ആണ്. അതായത് 1% വ്യത്യാസം കുറച്ചിട്ട് പോലും വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ കാണുന്നുണ്ട്. 17,11,64,542 ആണ്. ഇതിന്റെ അർത്ഥം വലിയ റിട്ടേണുകളിലേക്ക് വരുമ്പോൾ വർധനവ് വളരെ ശക്തിയോടുകൂടിയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ദീർഘകാലത്തിൽ ഉറപ്പായിട്ടും വലിയ റിട്ടേൺ കിട്ടുന്ന നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. നമ്മുടെ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ 1% എങ്ങനെ സ്വാധീനിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടു. ഇനി ഒരു വർഷം നമ്മുടെ സാമ്പത്തിക നിക്ഷേപങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ 10 ലക്ഷം രൂപ 30 വർഷത്തേക്ക് 15% റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിൽ നിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. 10 ലക്ഷം രൂപ 30 വർഷത്തേക്ക് 15% വാർഷിക കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 6,62,11,772 രൂപയാകും. 30 വർഷം ചെയ്യേണ്ടിയിരുന്ന ആ നിക്ഷേപം അയാൾ 1 വർഷം താമസിച്ചാണ് നിക്ഷേപിച്ചതെങ്കിൽ അയാൾക്ക് ഇപ്പോൾ കിട്ടുന്ന എമൗണ്ട്, അതായത് 29ാമത്തെ വർഷം അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,75,70,454 രൂപയാണ്. അപ്പോൾ അയാൾ 1 വർഷം താമസിച്ച് നിക്ഷേപിച്ചത് മൂലം അയാളുടെ നിക്ഷേപത്തിനുണ്ടായ കുറവ് നോക്കിക്കഴിഞ്ഞാൽ 86,36,318 രൂപയാണ്. ഈ കുറവ് നമ്മൾ ശതമാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 13.04%. അതായത് 30 വർഷത്തെ നിക്ഷേപത്തിന്റെ 1 വർഷത്തെ ഇമ്പാക്റ്റ് ആണ് 13.04%. 13.04% അദ്ദേഹത്തിന്റെ കോസ്റ്റ് ഓഫ് ഡിലേ എന്ന് നമുക്ക് പറയാം. ഇതുപോലെ ഓരോ വർഷത്തെയും കോസ്റ്റ് ഓഫ് ഡിലേ നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. 2ാമത്തെ വർഷത്തെ കോസ്റ്റ് ഓഫ് ഡിലേ എന്ന് പറയുന്നത് 24.38%. 3ാമത്തെ വർഷത്തെ കോസ്റ്റ് ഓഫ് ഡിലേ എന്ന് പറയുന്നത് 34.25%. 4ാമത്തെ വർഷത്തെ കോസ്റ്റ് ഓഫ് ഡിലേ 42.82%.
അഞ്ചാമത്തെ വർഷത്തിന്റെ കോസ്റ്റ് ഓഫ് ഡിലേ 50.28%. അതായത് അവസാനത്തെ 5 വർഷത്തിലാണ് അദ്ദേഹത്തിന്റെ ആ പകുതിയിൽ കൂടുതൽ റിട്ടേണുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതായത് അവസാനത്തെ ഓരോ വർഷങ്ങളിലും ആ ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എത്രയും നേരത്തെ ചെയ്യുക, അതല്ലെങ്കിൽ എത്രയും വേഗത്തിൽ ചെയ്യുക, സ്റ്റാർട്ട് ഏർലി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓരോ ശതമാനത്തിനും ഓരോ വർഷത്തിനും നമ്മുടെ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ വളരെ വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കാരണം പവർ ഓഫ് കോമ്പൗണ്ടിങ് തന്നെയാണ്. നമ്മുടെ വിഖ്യാതനായ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിനെ 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. പക്ഷേ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരിൽ സാധാരണ ചില സൈഡ് എഫക്ട്സ് കണ്ടുവരാറുണ്ട്. അതായത് കഴിഞ്ഞകാല വലിയ റിട്ടേണുകൾ കണ്ടിട്ട് അതിൽ ആകർഷകരായിട്ടോ, അതല്ലെങ്കിൽ ആരെങ്കിലും കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്തതിൽ ആകർഷകരായിട്ടോ ഒക്കെ നമ്മുടെ ജീവിതാധ്വാനം മുഴുവനും പലരും നിക്ഷേപിച്ച് നഷ്ടപ്പെടുത്തിയിട്ടുള്ള പല അനുഭവങ്ങളും നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് കിട്ടുന്ന ഓരോ അധിക ശതമാനം പലിശയിലും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതും നമുക്കതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നമസ്കാരം.